നമസ്കാരം. അപ്പോൾ നമ്മുടെ LGS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ആദ്യം പാർട്ട് 1 എല്ലാവരും കാണുക. 25 ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇതിലൂടെ നോക്കാം. 26ാമത്തെ ചോദ്യം നോക്കൂ. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി അല്ലേ? ഓപ്ഷൻ എ മൃതസഞ്ജീവനിയാണ്. കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ്. പിന്നെ സ്നേഹസ്പർശം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ? എന്താണത്? ഇപ്പം അവിവാഹിതരായ അമ്മമാരെയും അവരുടെ കുട്ടികളെയും പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് സ്നേഹസ്പർശം. പിന്നെ കാരുണ്യം നമുക്കറിയാം അല്ലേ? കാരുണ്യ ലോട്ടറി. അപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യ ചികിത്സാ പരിരക്ഷ നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് കാരുണ്യ. ദെൻ ആശ്രയ പദ്ധതി എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബശ്രീയുടെ കീഴിലൊക്കെ അതീവ ദരിദ്രരായ കുടുംബങ്ങളെ കണ്ടെത്തി സമഗ്രമായി പുനരധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണിത്. ഓക്കെ, അടുത്തത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതി ഏതാണ്? ഓപ്ഷൻസ് നോക്കി. ഏതാ വരുന്നത് ഇതിൽ? അനുയാത്രയാണ് കേട്ടോ. ഭിന്നശേഷി അനുയാത്ര. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ നേരത്തെയുള്ള ആ ഒരു കണ്ടെത്തൽ, ചികിത്സ, പിന്നെ പുനരധിവാസം അതൊക്കെ ലക്ഷ്യമിട്ട് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അനുയാത്ര. സ്പെക്ട്രം എന്ന് പറയുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് കേട്ടോ ഇത് സ്പെക്ട്രം. താലോലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പഠിച്ചതാണ്. മാരകമായ രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികൾ വഴി സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. സ്നേഹക്കൂട് കുറച്ച് 2-3 പദ്ധതികളുണ്ട് കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നമുക്ക്. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതെ, ഉൾപ്പെടാത്തത്. നോക്കി, ദിവസവും കുളിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകുക, അമിതമായി ഉപ്പ് കഴിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക. ഏതാ അമിതമായി ഉപ്പ് കഴിക്കുക? അടുത്തത് 2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു അല്ലേ? ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത് എന്നതാണ് ചോദ്യം. ലക്ഷ്യമിട്ടത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് നോക്കി. 15, 18, 21, 25 ലക്ഷം. ഇതിൽ 5 വയസ്സിൽ താഴെയുള്ള ഏകദേശം റൗണ്ട് ചെയ്യുമ്പോൾ ഒരു 25 ലക്ഷത്തിന് അടുത്താണ് ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഏകദേശം 21 ലക്ഷമൊക്കെയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ അത് PSC ഏതാ കൊടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആൻസർക്ക് വരുമ്പോൾ അത് രണ്ടും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്തത് 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലെയ്ഡ് 1 സ്ട്രെയിനിൻ്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? 2025 അവസാനത്തോടെ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്ത മങ്കി പോക്സ് അല്ലെ എംപോക്സ് കൂടുതൽ തീവ്രതയുള്ള ക്ലെയ്ഡ് 1 വകഭേദം ബാധിച്ച യുവാവ് എവിടെ നിന്നാ? UAE നിന്നും വന്ന യാത്രക്കാരനായിരുന്നു കേട്ടോ. UAE നിന്നും വന്ന യാത്രക്കാരനായിരുന്നു. ഈ എംപോക്സ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലേ, സൂണോട്ടിക് ഡിസീസാണ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന വൈറസ് രോഗമാണ് കേട്ടോ. അടുത്ത ചോദ്യം. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് ഈ രോഗത്തിന് കാരണമാകുന്നത്? ഏത് അമീബയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കിയേ. അമീബ പ്രോട്ടിയസ്, എൻഡമീബ ഹിസ്റ്റോളിക്ക, ദെൻ നെഗ്ലേറിയ ഫൗലേലി, അഗാന്തബീമ. ഏതാ ഇതിൽ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. നെഗ്ലേറിയ ഫൗലേറിയാണ്. അതായത് മലിനമായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന, പിന്നെ മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിച്ച് തലച്ചോറിനെ കാർന്ന് തിന്നുന്ന അമീബിക് മസ്തിഷ്ക ജ്വരം. അതായത് പ്രൈമറി അമീബിക് ആണ്. ഈ അമീബിയാണ് നെഗ്ലേറിയ ഫൗലേറി എന്ന് പറയുന്നത് കേട്ടോ. നെഗ്ലേറിയ ഫൗലേറി. ഇത് PAM അഥവാ പ്രൈമറി
PAM, പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലിറ്റിസ്. അതിന് കാരണമാകുന്ന അമീബയാണ് നെഗ്ലേറിയ ഫൗലേറി. ഓക്കെ, ബാക്കി അമീബ പ്രോട്ടിയസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ലാബുകളിലും മറ്റും പഠനത്തിനായി ഉപയോഗിക്കുന്ന അത്ര ഉപദ്രവകാരിയൊന്നും അല്ലാത്ത അമീബയാണ്. ദെൻ എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക, അത് നമ്മുടെ എന്താ പറയുക, എന്താണ് മനുഷ്യനിൽ തന്നെ കാണുന്ന അമീബ അല്ലേ, ഇപ്പോൾ വയറുകടിയോ അങ്ങനെയൊക്കെയുള്ള അതിനെയാണ് ആ അമീബ കേട്ടോ. ദെൻ അഗാന്തമീബ, അത് കണ്ണിൻ്റെ കോർണിയയൊക്കെ ബാധിക്കുന്ന അങ്ങനെയുള്ള അണുബാധയ്ക്ക് കാരണമാകുന്നതാണ് അഗാന്തമീബ കേട്ടോ. അടുത്ത ചോദ്യം, 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച പഠനങ്ങൾ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. പഠിക്കാൻ അല്ലേ. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏത് മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, കോൾഡ്രിഫ് സിറപ്പ് അല്ലേ, ചുമമരുന്നല്ലേ? അതെ. അതായത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലും സംസ്ഥാനത്തിലും കുട്ടികളുടെ ചുമമരുന്നിലെ മാരകമായ ഡയത്തിലീൻ ഗ്ലൈക്കോൺ, എഥിലീൻ ഗ്ലൈക്കോൺ എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത് ഇപ്പം ക്ലോഡ്രിഫ് അങ്ങനെയുള്ള പല കഫ് സിറപ്പുകളും നിരോധിച്ചത്. ദെൻ രണ്ടാമത്തെ ബി ഓപ്ഷൻ റെസ്പിഫ്രഫ് TR മരുന്ന്, അത് എന്താണിത്? ചുമ, ജലദോഷം, അലർജി അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന മരുന്നാണ് കേട്ടോ. പാരസെറ്റമോൾ നമുക്കറിയാം. പിന്നെയുള്ള ഡോക്സിസൈക്ലിൻ എന്ന് പറയുന്ന എലിപ്പനിക്കെതിരെ നൽകുന്ന ഒരു ആൻറ്റിബയോട്ടിക് ഗുളികയുമാണ്. അടുത്ത ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓക്കെ, ഇപ്പം എല്ലാത്തിൻ്റെയും വർഷം നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ 32ാമത്തെ ചോദ്യം കഴിഞ്ഞിട്ട് 20 ചോദ്യം മാത്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത ദിവസം, ഇന്നിപ്പോൾ അത് ചെയ്യണ്ടല്ലോ, ഇപ്പം എല്ലാവരും ഇത് പഠിക്കുക. ഇതിൻ്റെ കൂടെ നമ്മുടെ MCQ കൂടി നോക്കട്ടെ, അതും കൂടി അപ്ലോഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്ത് തരാം ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളത്തേക്ക് ചെയ്യാം. ഇത്രയും ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാത്സ് നമുക്ക് സെപ്പറേറ്റ് അടുത്ത 10th പ്രിലിംസിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം കേട്ടോ. അല്ല, 53ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ആദ്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കി. ദെൻ ഖദ്ദാർ പാർട്ടി അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ സ്ഥാപിച്ചു. ആനി ബസന്റും ബാലഗംഗാധര തിലകൻ്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? റൗലറ്റ് നിയമം എന്നാണ് റൗലറ്റ് നിയമം? 1919. ഗദ്ദാർ പാർട്ടി അമേരിക്കയെ സ്ഥാപിച്ചതെന്നാണ്? 1913. ദെൻ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതെന്നാണ്? 1916. സ്വരാജ് പാർട്ടി രൂപീകരിച്ചതെന്നാണ്? 1923. എല്ലാ വർഷവും കിട്ടി. ഇനി നമുക്ക് ഏതാ ആൻസർ വരുന്നത്? ആദ്യം വരുന്നത് 13 ബി വരുന്നത് ഒരെണ്ണേ ഉള്ളൂ, BC AD. അല്ല, രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. BCDAയും ഉണ്ട്, BCADയും ഉണ്ട്. ഏതാ വരിക? BCAD കേട്ടോ. എന്ന് പറയുന്നത് ഏതാ? റൗലറ്റ് കഴിഞ്ഞിട്ടാണ് സ്വരാജ് പാർട്ടി വരുന്നത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയെ ശരിയായ ജോഡി കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജയപ്രകാശ് നാരായൺ, യുഗാന്തർ പാർട്ടി അജിത് സിംഗ്, ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ്. ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അതെ. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കി. ഗദ്ദാർ പാർട്ടി ലാലാ ഹർദയാൽ ശരിയാണ് അല്ലേ, 1913 സ്ഥാപിച്ചു. ദെൻ ആസാദ് ഹിന്ദ് ഫൗജ് അതെവിടെയാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ് സ്ഥാപിച്ചത്, അത് ശരിയാണ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് അതാരായിരുന്നു? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ദെൻ യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത് വീരേന്ദ്രകുമാർ ഘോഷും ജതീന്ദ്രനാഥ ബാനർജി എന്നിവരാണല്ലേ. അപ്പോൾ അത് രണ്ടുമാണ് ഇവിടെ തെറ്റായി പോയത്. ഓക്കെ, അപ്പോൾ ശരിയായത് എയും ഡിയും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കി പോവുക. എയും ഡിയും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം,
ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്തുക. പ്രസ്താവനകൾ വായിക്കാം നമുക്ക്. നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടെ പത്രമാണ്. ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ. സംവാദ് കൗമുദി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. ശരിയായിട്ടുള്ള 2 ഓപ്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പത്രമാണ്, ശരിയാണ്, 1938 ആരംഭിച്ചു. ദെൻ ആനി ബസന്റിൻ്റെ പ്രസിദ്ധമായ പത്രമാണ് ന്യൂ ഇന്ത്യ, ശരിയല്ലേ? അതെ, കോമൺവെൽത്ത് ന്യൂ ഇന്ത്യയും ആരുടേതാണ്? ആനി ബസന്റിൻ്റേതാണ്. നവജീവൻ ആരുടേതാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാണല്ല, മഹാത്മാഗാന്ധിയുടേത്. സംവാദ് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയിയുടേതാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയല്ല. അപ്പോൾ എയും സിയുമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബുൽ കലാം ആസാദ്. അൽ അമൽ മൗലാന അബുൽ കലാം ആസാദിൻ്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ് തെറ്റായിട്ടുള്ളത്? തെറ്റായത് ബിയും സിയും അല്ലേ? തെറ്റാണ്. മൗലാന അബുൽ കലാം ആസാദിൻ്റെ പത്രം അൽ ഹിലാലാണ് അല്ലേ? അൽ ഹിലാലാണ്. പിന്നെ 1990 1992 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചത്. ഇതിൽ ഓപ്ഷൻ വരുമ്പോൾ ഏത് വരും? ബിയും സിയും. ഓപ്ഷൻ ബി ആണ് വരുന്നത്, ബിയും സിയും. അടുത്ത ചോദ്യം, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യൻ കിസാൻ സഭയുടെ രൂപീകരണം, സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തു, റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തി, ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കാലഗണന അനുസരിച്ച് എഴുതാനാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഡേറ്റ് നമുക്ക് നോക്കാം, വർഷം നോക്കാം. ആദ്യം ഓൾ ഇന്ത്യ കിസാൻ സഭ എന്നാണ് 1936 അല്ലേ? 36 ദെൻ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് എന്നാണ്? ഐഎൻഎയുടെ നേതൃത്വം ഏറ്റെടുത്തത് 1943. റോയൽ ഇന്ത്യൻ നേവിയിലെ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നടത്തിയത് എന്നാണ്? നാവിക കലാപം നടത്തിയത് 1946. ദെൻ ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930. ഇപ്പം എല്ലാ വർഷവും കിട്ടി. ഇനി എങ്ങനെയാണ് ശരിയായിട്ടുള്ളത്? ആദ്യം വരുന്നത് ഡി ആണല്ലേ? ഇപ്പോൾ ഡി വരുന്നത് DABC. ഓക്കെ. അടുത്തത് 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? 2025 ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഓപ്ഷൻസ് ഇല്ല അല്ലേ? ഇവരാരുമല്ല. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. എന്തുകൊണ്ടാണ്? 2024 ജൂണിൽ നിലവിൽ വന്ന 18ാം ലോകസഭ നിലവിലും ഔദ്യോഗികമായി ആരെയും ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. അതായത് ഈ പദവി നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഓക്കെ. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ്. ഏതൊക്കെയാണ്? ചോദ്യം ഒന്നുകൂടി വായിക്കാം. സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികളാണ് ഡാഷാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണം, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം. ഏതൊക്കെ ഓപ്ഷൻസ് വരും ഇതിൽ? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ വരും, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വരും അല്ലേ? ദെൻ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ നവീകരണം, ദെൻ പിന്നെ ഏതാണ്? സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം ഇല്ല. അപ്പോൾ ഏതൊക്കെ വരും? ABC അല്ലേ? ABC. ഓപ്ഷൻ എ ആവാനാണ് ചാൻസ്. അടുത്ത ചോദ്യം, 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും, മാനവശേഷി വികസനം, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക. എത്രാമത്തെയാണ്? 9ാമത്തെ കേട്ടോ. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃതാസൂത്രണവും.
തൊണ്ണൂറ്റിയേഴ് 1997 2002 കേട്ടോ അത് 9ാമത്തത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കോറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ളത്? എയും ഡിയും ശരിയാണല്ലേ? എയും ഡിയും ഉണ്ട്, ഓപ്ഷൻ ഡി അല്ലേ? എയും ഡിയും ശരിയാണ്. ബിയിൽ എന്താ പറയുന്നത്? ഓപ്ഷൻ ബി എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ബി അല്ല, ബിയിൽ പറയുന്ന ബൊക്കാറോ പ്ലാന്റ് ഉത്തരാഖണ്ഡിലല്ല, എവിടെയാണ്? ജാർഖണ്ഡിലാണ്. പിന്നെ ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത് എന്ന് പറയുന്നു. അത് റഷ്യയുടെ സഹായത്തോടെയാണ് അല്ലേ? ഇത് കറക്റ്റായിട്ട് പഠിക്കണം കേട്ടോ. എന്നുള്ള എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 20 ശരിയാണോ അത്? ദേശീയ ബഹിരാകാശ ദിനം അല്ല. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ചത് 1970 ഏപ്രിൽ 19. അതും തെറ്റാണ്. മംഗൾയാൻ വിക്ഷേപിച്ചത് 2012. അതും തെറ്റാണ്. ആദിത്യ L1 വിക്ഷേപണ ദൗത്യം സൂര്യ ഗവേഷണത്തിന് ബഹിരാകാശ കാലാവസ്ഥാ പഠനങ്ങൾക്കും വേണ്ടിയായിരുന്നു. അത് ശരിയാണ്. അപ്പോൾ തെറ്റായത് നോക്കിയ ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 23 കേട്ടോ. ഓഗസ്റ്റ് 23. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975 70 75 മംഗൾയാൻ 2013. അപ്പോൾ ഓപ്ഷൻ വരുമ്പോൾ ഓപ്ഷൻ സി അല്ലേ? ABC. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 63ാമത്തെ ചോദ്യം നോക്കി. സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാർഗിൽ വിജയദിനം ജൂലൈ 16. താഷ്യൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1970. അപ്പോൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? സിംല കരാർ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണല്ലേ? ശരിയാണ്. അടുത്തതോ, താഷ്യൻ കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതും ശരിയാണ്. ഇനി ബാക്കി ഇപ്പോൾ ശരിയായത് ഏതൊക്കെയാണ്? എയും സിയും ശരിയാണ്. ഇനി കാർഗിൽ വിജയദിനം എന്നാണ്? കാർഗിൽ വിജയദിനം ജൂലൈ 26. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 കേട്ടോ, 70 അടുത്തത്, 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? 2025 അറ്റോർണി ജനറൽ ആരാണ് ഇന്ത്യയിലെ? ആർ വെങ്കട്ടരമണി. ഓപ്ഷൻ എ ആർ വെങ്കട്ടരമണിയാണ്. 2025 ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണത്? ജ്ഞാനേഷ് കുമാർ ആണല്ലേ? അതെ, ജ്ഞാനേഷ് കുമാറാണ്. ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് വകുപ്പ് 18 പ്രകാരം നിർത്തലാക്കിയത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന സമത്വാവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് ഏതാണ്? ബഹുമതികളാണ് കേട്ടോ. ഓപ്ഷൻ സി ബഹുമതികളാണ്. അതായത് ഭരണഘടനയുടെ 18ാം വകുപ്പ് പ്രകാരം പദവികളും ബഹുമതികളും നിർത്തലാക്കി. സമൂഹത്തിൽ എല്ലാവരും തുല്യരാണെന്ന് ഉറപ്പുവരുത്താനായിട്ടാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ അങ്ങനെയുള്ള പദവികളൊക്കെ നിരോധിച്ചത്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു അല്ലെ? 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളന പരമ്പരയിൽ ജവഹർലാൽ നെഹ്റുവാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. പിന്നീട് അത് എന്തായി മാറി? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറുകയാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ബി ആർ അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു അല്ലേ?
ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന വ്യവസ്ഥ ഏത് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? മൗലികാവകാശം US അല്ലേ, US ഭരണഘടനയിൽ നിന്നാണ് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഏതാ എടുത്തിട്ടുള്ളത്? ഏക പൗരത്വമൊക്കെ അല്ലേ. ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ എന്ന വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? മൗലിക കടമകൾ ഏതിലാണ്? 51A അല്ലേ. 1976 42-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഭാഗം 4A വകുപ്പ് 51A കൂട്ടിച്ചേർത്തത് ആണല്ലോ. അതെ. ഇതിൽ 32 എന്താണ്? വകുപ്പ് 32 ആർട്ടിക്കിൾ 32 ഭരണഘടന പ്രതിവിധിക്കുള്ള പരിഹാരം, ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശമൊക്കെയാണ് കേട്ടോ. 300A അത് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 19 എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അല്ലേ. അതെ. 70-ാമത്തെ ചോദ്യം, അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്? അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഏത് പട്ടികയിലാണ്? 7-ാം പട്ടിക അല്ലേ. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനം വ്യക്തമാക്കുന്ന 3 ലിസ്റ്റുകൾ ഉള്ളത് ഏതാണ്? ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലാണ് അല്ലെ, 7-ാം പട്ടികയിലാണ്. 4-ാം പട്ടികയിൽ എന്താണ്? രാജ്യസഭയിലെ സീറ്റുകളുടെ വിഭജനത്തെക്കുറിച്ച്. 5-ാം പട്ടികയിൽ പട്ടികവർഗ മേഖലകളുടെ ഭരണത്തെക്കുറിച്ച്. 6-ാം പട്ടികയിൽ ഗോത്രവർഗ, ഇപ്പോൾ ആസാം, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ മേഖലകളെ കുറിച്ചുള്ളതാണ്. ഓക്കെ. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ സ്പീക്കർ. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഓക്കെ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ ഇതും കൂടി കണ്ടുപഠിക്കാം. താങ്ക് യു.